ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നല്ല തിരക്കായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നതും പിന്നെ റൂം ഷിഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബട്ടർ പുഡിംഗ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് പ്രളയം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ളൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. നാട്ടിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയതിന് ശേഷം പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറും ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അങ്ങനെ പഞ്ചസാരയും ബട്ടറും ഒക്കെ നല്ലപോലെ മെൽറ്റായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്നട്ടും ബദാമുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ടും ഒക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകണ്ട, ഈ ഒരു രീതിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് നല്ല നമ്മളെ കപ്പലിൻ്റെ മിഠായില്ലേ, അതുപോലെയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വരും. കണ്ടോ, നമ്മുടെ പ്രളയം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ജാറിലേക്കൊന്ന് ഇട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ ഒരു ഷൈനിങ് ഉണ്ട്. നമ്മൾ ബട്ടർ ഷുഗറിൽ ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ഷൈനിങ് വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് പൾസിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. ഭയങ്കരമായിട്ട് തീരെ പൊടിഞ്ഞു. കാരണം നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമുക്ക് വേണ്ടത് ജലറ്റിനാണ്. ഇപ്പോൾ ജലറ്റിൻ ഇവിടെ ഞാനൊരു 12 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം സോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ജലറ്റിനൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതായത് വെള്ളമായിട്ടൊന്ന് സോക്കായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രളയത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തില്ല, അതുപോലെ ഒന്ന് ഈ പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച പഞ്ചസാരയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ അത് ഇതിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ബട്ടറും ഇല്ലേ, അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം എനിക്ക് വേണ്ടാത്ത പണിയിൽ ഞാൻ പോയതാണ്. നേരെ തിരിച്ച് ചെയ്താൽ മതിയായിരുന്നു. അതായത് ആ പാത്രത്തിൽ, അതായത് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലല്ലേ, അതിലേക്ക് ഒന്ന് തിരിച്ച് ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ മിക്സ് ചെയ്യുക, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. നേരെ ബൗളിൽ ഈ നമ്മുടെ പഞ്ചസാര മിക്സ് ഒഴിക്കുന്നതിനെക്കാട്ടിലും ഇതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതാ ഈ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് പേടിക്കാനും വേണ്ട. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പേര് തന്നെ ബട്ടർ പുഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബട്ടറാണ് ഇതിൽ മെയിനായിട്ടും ചേർക്കേണ്ടത്. അതാ ബട്ടർ ഞാൻ ഇവിടെ ചേർത്ത് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അങ്ങനെ ബട്ടറും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ജലറ്റിനില്ല, അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ജലറ്റിനും നല്ലപോലെ മെൽറ്റ് ആയിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാലും ബട്ടറും ഉള്ള മിക്സില്ലേ, ഇതിലേക്ക് വേണം നമ്മൾ ജലറ്റിൻ ഒഴിച്ചു കൊടുക്കാനായിട്ട്, കുറച്ചായിട്ട്. അപ്പം ഈ ജലറ്റിൻ ഒഴിക്കുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ജലറ്റിൻ ഒഴിച്ചു കൊടുക്കാനായിട്ട്.
അങ്ങനെ ജെലറ്റിനും പാലും ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ജെലറ്റിൻ്റെ ചെറിയൊരു തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഫെറാറോ റോഷറിൻ്റെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങുന്നില്ല, അതിൻ്റെ ആ ഒരു ബോക്സിലാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാല് ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രലയനില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. ചിലർക്ക് പ്ലെയിൻ പുഡിങ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇതുപോലെ നട്ട്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എനിക്കിങ്ങനെ ഇടയ്ക്ക് നട്ട്സൊക്കെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ദാ പ്രളയമെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇടയ്ക്ക് ബദാമും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സെറ്റാകാൻ വേണ്ടിയിട്ട് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജെലറ്റിനൊക്കെ മിക്സ് ചെയ്തതല്ലേ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബട്ടർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. വായിലിട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.